ഞാൻ അപ്പോഴേ പറഞ്ഞതാ പോണ്ടാന്ന്. നീ നിർബന്ധിച്ചതുകൊണ്ടാ പോയത്. എന്നിട്ട് എന്തായി? എന്താണോ ഞാൻ പേടിച്ചത് അത് തന്നെ നടന്നു. നീലങ്ങനെ പറഞ്ഞതിലല്ല, ആ സ്വാതിയുടെ മുമ്പിൽ കൊച്ചായി പോയതിൽ എനിക്ക് സങ്കടം. സോറി വേദ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ചിന്തിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാനിനി എന്ത് ചെയ്യും? ഇത്രയും കാലം ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ അതും പോയി. എന്ന് പറയാൻ പറ്റുമോ? കേസി നന്നീനെ പുറത്തെടുക്കാൻ സഹായിക്കാൻ പറ്റില്ലെന്നല്ലേ നീല് പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം നീലിന് വേദ ഇഷ്ടമല്ലെന്നല്ലോ. അതിലേക്ക് തന്നെയാ കാര്യങ്ങൾ പോകുന്നത്. വന്നു വന്നൊടുക്കം അത് തന്നെ സംഭവിക്കും. പേടിക്കാതിരിക്കു വേദേ, ഇതിപ്പോ ആശുപത്രിയിലായതുകൊണ്ടാ. അവിടെ അവൻ അവളുടെ കസ്റ്റഡിയിലല്ലേ, അതുകൊണ്ടായിരിക്കും നീൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നോട് പറഞ്ഞല്ലോ. ഗൗരിയോട് പറയുന്നത് പോലെ അല്ല എന്നോട് പറയുന്നത്. അതും അവളുടെ മുമ്പിൽ വെച്ച്. എന്റെ അന്തസ് അതോടെ പോയത്. സാരമില്ല, പോട്ടെ. നമ്മള് നീലിന്റെ ഉള്ളിൽ പറയാൻ വേണ്ടി ഒരു ശ്രമം നടത്തി, അത് പൊളിഞ്ഞു എന്ന് കരുതി എല്ലാം അവസാനിച്ചെന്നൊന്നും വിചാരിക്കണ്ട. നിനക്കറിയാവോ, ഞാൻ എന്തു പറഞ്ഞാലും അത് അതുപോലെ അനുസരിക്കുന്ന ആളായിരുന്നു നീല്. ഇപ്പൊ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു അനുഭവം. അതും സ്വാതിയെ സാക്ഷി നിർത്തി. ക്ലിയർ മെസ്സേജാ നീൽ എനിക്ക് തന്നത്. എന്നെക്കാളും നീലിനിപ്പോ വലുത് സ്വാതിയാണെന്നുള്ള മെസ്സേജ്. അതൊക്കെ വേദയുടെ വെറും തോന്നലുകളാ. ആക്രമണത്തിന് തൊട്ടുമുമ്പ് നീൽ എന്താ ചെയ്തത്? വക്കീലിന്റെ മുൻപിൽ ചെന്ന് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടു. അങ്ങനെ ഒപ്പിട്ട ഒരാള് ഇത്ര പെട്ടെന്ന് മാറുന്നൊക്കെ പറഞ്ഞാ എനിക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. വേദേ, സാഹചര്യം ഇപ്പൊ നീലിന് അനുകൂലമല്ല, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത്. എങ്കിക്കൊള്ളാം. ഒരു കാര്യം എല്ലാരും മനസ്സിലാക്കിക്കും. എന്നെ ഒഴിവാക്കി അവളോടൊപ്പം സുഖിച്ച് ജീവിക്കാമെന്ന് ഒരാളെ മോഹിക്കണ്ട. ഞാനത് സമ്മതിക്കില്ല. ഇങ്ങനെയുള്ള പ്രകോപനങ്ങളാ ആദ്യം നിർത്തേണ്ടത്. എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ നീലിനെ വാശി കയറ്റുന്നത്? വേദേ, എല്ലാം സൗമ്യമായിട്ട് ശാന്തമായിട്ട് കണ്ടു നോക്കിക്കേ. നീല് താനെ പുറകെ വരും. എനിക്കിപ്പോ അവളെ പേടിയാ ഗൗരി. അവള് ചിലപ്പോ എന്നെ തോൽപ്പിക്കും. എന്തൊക്കെ മണ്ടത്തരായി പറയുന്നത്? അത്രയും വണ്ണുള്ളൊരു പെണ്ണിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ നീല് ജീവിക്കുന്നാണോ വേദ പറയുന്നത്? വേദ, ആന ആടും പോലെ അവരിയ്ക്കുന്നത്. ഇതൊക്കെ താൽക്കാലികമായിട്ട് തോന്നുന്ന നിരാശകളാ, അതിലൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. ആശുപത്രി പോവാതിരുന്നെങ്കിൽ നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചേനെ. പക്ഷേ ഇനി വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് പിരിഞ്ഞവരാ നമ്മള്. പക്ഷേ വിധി അതിനനുവദിച്ചില്ല. നിന്നെ ഉപേക്ഷിച്ചവനല്ല ഞാൻ. എന്നിട്ടും എന്തിനാ നീ എന്നെ രക്ഷിച്ചത്? എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളായതുകൊണ്ട്. അവരുടെ വെട്ടുകൊണ്ട് ഞാൻ മരിച്ചിരുന്നെങ്കിൽ നിനക്ക് സന്തോഷിക്കായിരുന്നില്ലേ? ഇത്രയും കാലം നിന്നെ ക്രൂരമായി നോവിച്ചതിനുള്ള ശിക്ഷ കിട്ടിയെന്ന് തൃപ്തിപ്പെടാമായിരുന്നില്ലേ? എനിക്ക് ഏട്ടനോട് ഒരു വെറുപ്പുമില്ല, നന്ദി മാത്രമേ ഉള്ളൂ. എന്നെ പോലൊരു പെണ്ണിനെ എന്തിന്റെ പേരിലായാലും വിവാഹം കഴിച്ചില്ലേ? അനാഥയായ എനിക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കി തന്നില്ലേ? ഒന്നും മറക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താ അതിലും വലിയ നന്ദികേട് വേറെ എന്താ ഉള്ളത്? അതല്ല എന്റെ ശീലം, സംസ്കാരം. ഈ നന്മയാണ് ഇത്രയും കാലം ഞാൻ തിരിച്ചറിയാതെ പോയത്. അതിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തന്നത്. നീ എന്നെ വിട്ടു പോയിരുന്നെങ്കിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ഞാൻ ദുഃഖിക്കുമായിരുന്നു. ഇപ്പം നീ എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ സന്തോഷം മാത്രമേ ഉള്ളൂ സ്വാതി. ഇത്രയും കാലം ഞാൻ നിന്നോട് കാണിച്ച അവഗണന, അവജ്ഞ
അതിന് പരിഹാരം ചെയ്യാനാ മരിക്കാതെ എന്നെ ദൈവം രക്ഷപ്പെടുത്തിയത്. ഞാനത് ചെയ്യണം, ചെയ്യും. പുതിയൊരു നീൽ, പുതിയ മനസ്സും പുതിയ കാഴ്ചപ്പാടുള്ള ഒരു നീൽ. ഇതെന്റെ 2ാം ജന്മമാണ്. ഈ ഒരു ജന്മത്തിൽ ഇനി ഒരിക്കലും നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല. ഞാൻ മൂലം ഒരിക്കലും നിന്റെ ഈ കണ്ണുകൾ നിറയില്ല. കെട്ടിലമ്മയായിട്ട് നിന്നെ കുടിയിരുത്താൻ പോവല്ലേ ഇവിടെ? എന്താടി ഞാൻ കെട്ടിലമ്മയായാല്? എന്റെ ഭർത്താവിന് അതാണ് ഇഷ്ടമെങ്കിൽ ആർക്കാടി അതില് ദണ്ണം? മിണ്ടാതെ ഒരു ഭാഗത്തിരുന്നോ, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ തെറിപ്പിക്കും. തെറിപ്പിക്കാൻ ഇങ്ങോട്ട് വാ. ഇതേ എനിക്കും കൂടെ അവകാശപ്പെട്ട വീടാ. ഹ്, അവകാശം നാണുണ്ടോടി നിനക്ക് അവകാശത്തെ കുറിച്ച് പറയാൻ? എനിക്കിപ്പോ ഒരു വഴക്കിനുള്ള മൂടില്ല. നിന്റെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. അകത്ത് കിടക്കുന്ന ആൾക്ക് കുറച്ച് മനസ്സമാധാനം വേണം. നീ ആയിട്ട് ഇത് ഇല്ലാതാക്കരുത്. അകത്ത് കിടക്കുന്ന ആളുടെ മനസ്സമാധാനക്കേട് നീ അടി. എന്ന് നീ വീട്ടിൽ നിന്നിറങ്ങോ അന്നേ നീലിന് സ്വസ്ഥത കിട്ടും. നിന്റെ കയ്യിന്ന് മേടിക്കും. നീലേ, ദേ ഇവളെ എന്നെ അടിക്കുന്നു. നീ എന്നോട് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഏട്ടനെ ഉപദ്രവിക്കരുത്. അപേക്ഷയാണ്. ദൈവത്തെ ഓർത്ത് നീ അതനുസരിക്കണം. നീ കാരണോ നീലിനിപ്പോ ഇങ്ങനെ കിടക്കേണ്ടി വന്നത്. നീ അവന്റെ ജീവിതത്തിലേക്ക് കയറി വന്നില്ലായിരുന്നെങ്കിൽ വേദയെ കെട്ടി അവനിപ്പോ സുഖമായിട്ട് ജീവിക്കുമായിരുന്നു. വല്ലിച്ചൻ ഇങ്ങനെ ഏത് നേരം പത്രം വായിച്ചോണ്ടിരുന്നോ? ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? എന്താ പ്രശ്നം? ഞാൻ രാവിലെ കഴിച്ചത് എന്താണെന്ന് അറിയോ? പഴങ്ങഞ്ഞി. ആണോ? നിന്റെ ഭാഗ്യം. വലിച്ച കണ്ട പിച്ചക്കാര് കഴിക്കുന്ന സാധനം ഈ പഴങ്ങഞ്ഞി. ഞാൻ അത്രയ്ക്ക് കൺട്രിയാണോ? രാവിലെ എഴുന്നേറ്റപ്പോ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവരവർക്ക് വേണ്ടത് അവരവരുണ്ടാക്കി കഴിച്ചോണോന്ന്. എന്നാ ഉണ്ടാക്കി കഴിക്കാൻ ചെന്നപ്പോ അതും കൂടെ അവളെടുത്തങ്ങ് കഴിച്ചു. ഇതെന്താ റാഗിങ്ങോ? ഈ റാഗിങ് ഇന്നത്തോടെ അവസാനിപ്പിക്കണം. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ആദ്യം ഈ കുന്ത് മുമ്പിൽ നിർത്തങ്ങ് കളാ, അപ്പൊ എല്ലാം മനസ്സിലാവും. ആ ശരി, ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? ആ സ്വാതിയെ നിലയ്ക്ക് നിർത്തണം. ഹ, അവളിപ്പോ നിലത്തല്ലേ നിൽക്കുന്നേ? അല്ല, അവളിപ്പോ തോന്നിവാസം കാണിക്കുക. എല്ലാവരും ഇപ്പൊ അവളുടെ സൈഡാ. വല്ലിച്ച മാത്രമുള്ളൂ എന്റെ ഭാഗത്ത്. പറ, ഞാൻ എന്താ വേണ്ടേ? അവളോട് പറയണം എന്നെ കൊണ്ട് പണിയൊന്നും ചെയ്യിപ്പിക്കരുതെന്ന്. അതെങ്ങനെ പറയാൻ പറ്റും മോളെ? ഒരു വീടാവുമ്പോ എല്ലാരും സഹകരിക്കണ്ടേ? അത് തന്നെയാ ഞാനും ചോദിച്ചത്. ഒരു വക ചെയ്യില്ല, ആർക്കായാലും അത് സഹിക്കില്ല. സഹിക്കോ? എന്താ മോളെ നീ ഇങ്ങനെ? ഈ വീട്ടിലെ ജോലികൾ നീയും കൂടെ ചേർന്ന് ചെയ്യേണ്ടതല്ലേ? മനസ്സിലായി, ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ഇത് എല്ലാരും കൂടെ ചേർന്നുള്ള നാടകം അല്ലേ? എന്നെ തകർക്കണം, അതാണ് ആവശ്യമല്ലേ? ഇതാ നിന്റെ പ്രശ്നം. ഭയങ്കര കോംപ്ലക്സ് നിനക്ക്. ഓ, നീ എന്തിനാ ഈ വീട്ടിലെ ആളുകളെ ശത്രുക്കളായി കാണുന്നേ? ഇവിടെ താമസിക്കുന്നത് അന്യരൊന്നും അല്ലല്ലോ. എന്ന് വെച്ചിട്ട് ഞാൻ ഇതുവരെ ചെയ്യാത്ത ജോലിയൊക്കെ ചെയ്യണമെന്നാണ് വല്യമ്മ പറയുന്നത്. അടിച്ചു വാരി എന്റെ നാട് ഒടിഞ്ഞു. കാര്യങ്ങളുടെ പോക്ക് ഈ നിലയിലാണെങ്കിൽ പലതും എനിക്ക് ആലോചിക്കേണ്ടി വരും. മോളെ, വെല്ലുമയായതുകൊണ്ട് പറയാ, വെറുതെ സാഹസം ഒന്നും ചിന്തിക്കണ്ട. അവളില്ലേ സ്വാതി, അവള് കലി തുള്ളി നിൽക്കുക. വെറുതെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടണ്ട. ഓ, ഭീഷണി. അതൊക്കെ കൊറേ കണ്ടിട്ടുള്ളവളാ ഈ ഗൗരി. ഇനി എന്തെങ്കിലും പറഞ്ഞു വന്നാ അപ്പൊ അറിയാം എന്റെ തനി സ്വരൂപം. വയറ് ശരിക്കും നിറഞ്ഞു തോന്നുന്നുണ്ടല്ലോ. പിന്നെ അളിഞ്ഞ പഴങ്ങി ചുടിച്ച് നിറയതിരിക്കോ? പണ്ടാരം നാശം പിടിച്ച സാധനം. എന്തു പറ്റി? വയറ് ഉരുണ്ട് കേറുന്നു. ഭക്ഷണത്തെ ഇങ്ങനെ ശപിക്കില്ല ഗൗരി. ഈ ലോകത്ത് എത്രയോ കൂടി ജനങ്ങളുണ്ടെന്നറിയോ? ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവര്. നിനക്കിപ്പോ പഴങ്കഞ്ഞിയെങ്കിലും ഉണ്ടല്ലോ. അതിന് മോൾ ഈശ്വരനോട് നന്ദി പറയും. ശരി ഭഗവാനെ, ഇന്നത്തെ അളിഞ്ഞ പഴങ്കഞ്ഞിക്ക് ഞാൻ നന്ദി പറയുവാ. നാളെയും തരണേ. മതിയോ? ഓ, ഒരു പഴങ്കഞ്ഞി നന്ദി പറച്ചിലും. സ്വാതി പണി തുടങ്ങിയില്ലേ? അതെ, മുറ്റം അടുപ്പിച്ചു, അടുക്കള ജോലി മുഴുവൻ ചെയ്യിപ്പിച്ചു. അതിന്റെ ദേഷ്യം. എനിക്കിട്ട് പണിയാണല്ലേ. പണിയെടുക്കാത്തവരെ തിരിച്ചു പണിഞ്ഞ് പണിയെടുപ്പിക്കുക എന്നുള്ളതാ എന്റെ രീതി.